Good morning to each one of you. I believe you are excited to be in the presence of our Lord and Savior Jesus Christ. കഴിഞ്ഞ ആഴ്ച we were able to organize a blessed memorial service for late Reverend Dr. Pierce Phillip, who is now resting in the presence of his Lord and Savior Jesus Christ. I want to thank everybody who joined us here. I also want to thank everybody who helped us organize it. കഴിഞ്ഞ ഞായറാഴ്ച I was not here with you. I had to minister at Zion Church Friday, Saturday and Sunday. Thank you for praying for me and my family and also for the ministry there at Zion Church. Friday night was a teaching. Saturday night was a beautiful time in the presence of the Lord. Preached for an hour, and from 9 o'clock till 10:30 we had an altar call session. 1.5 hours just worshiping. The whole church, I invited them to come forward and they were just worshiping the Lord. God was touching people. I will tell one story and then I'll quickly go into God's word. അവിടെ ഒരു അങ്കിൾ ഉണ്ടായിരുന്നു. ആ അങ്കിളിൻ്റെ ഇളയ മോൻ കൊണ്ട് അങ്കിളിനെ അവിടെ കൊണ്ട് ഡ്രോപ്പ് ചെയ്തിട്ട് പോയി. സമയം വൈകിയപ്പം ഇളയ മോനെ വിളിച്ചു പറഞ്ഞു. ഇളയ മോൻ വരാമെന്ന് പറഞ്ഞെങ്കിലും ലാസ്റ്റ് മൊമെൻ്റ് ആയപ്പം ഇളയ മോന് വരാൻ പറ്റിയില്ല. അപ്പം ചേട്ടനോട് പറഞ്ഞു, അച്ചാച്ചൻ പോയി ഡാഡിയെ പിക്ക് ചെയ്യാൻ. ഞാൻ ഡ്രോപ്പ് ചെയ്തല്ലോ, അച്ചാച്ചൻ പോയി പിക്ക് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അച്ചാച്ചൻ വണ്ടി ഓടിച്ച് വരുന്ന വഴിക്ക് പരിശുദ്ധാത്മാവ് അച്ചാച്ചനോട് സംസാരിച്ചു. വേഗത്തെ അവിടെ ചെല്ലാൻ പറഞ്ഞു. Go quickly there. Get there quickly. അങ്ങനെ അച്ചാച്ചൻ അടിച്ചു വിട്ട് ചർച്ച് വന്നു. അച്ചാച്ചൻ അടിച്ചു വിട്ട് ചർച്ച് വന്ന് പുറകിലിരിക്കുകയാണ്. നോക്കുമ്പം ഹോൾ ചർച്ച് മുമ്പിലിരുന്ന് ആരാധിച്ചുകൊണ്ടിരിക്കുന്നു. വർഷിപ്പ് ലീഡർ ഡാനി ടാഗ് ആത്മനിറവിൽ വർഷിപ്പിൽ ചെയ്തുകൊണ്ടിരിക്കുക. ജനത്തിനിടയിൽ ഇറങ്ങി ഞാനും സോണിയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. പാസ്റ്റർ ജസ്റ്റിൻ സാബു പ്രാർത്ഥിക്കുന്നു. പാസ്റ്റേഴ്സ് കൂടെ നിന്ന് പ്രാർത്ഥിക്കുന്നു. ഭയങ്കര ദൈവ സാന്നിധ്യം. ആ കുട്ടി, ആ മകൻ അവിടെ പുറകിരിക്കുകയാണ്. അദ്ദേഹത്തിനോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഫ്രണ്ടിൽ പോയി നിൽക്കാൻ പറഞ്ഞു. ഫ്രണ്ടിൽ വന്ന് നിന്നപ്പോന്നെങ്കിൽ അദ്ദേഹം ഓർത്തു, എന്നാൽ ഫ്രണ്ടിൽ നിൽക്കുന്ന അവന് വേറൊരു ഫ്രണ്ടുണ്ട്, അദ്ദേഹത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേക്കാന്ന് ഓർത്തു. അദ്ദേഹം പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ടാണെങ്കിൽ ഞാൻ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ സഹോദരനെ കണ്ടു. അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഞാൻ ഇറങ്ങി വന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു, ഞാൻ പ്രസംഗിച്ചപ്പം ഈ സഹോദരനെ കണ്ടില്ലല്ലോ, ഇദ്ദേഹം എവിടെ ആയിരുന്നു എന്നിങ്ങനെ മനസ്സിൽ കൂടി ഇങ്ങനെ ചിന്ത പോയി. എന്നിട്ട് അദ്ദേഹത്തിന് അടുത്ത് വന്ന് നിന്നപ്പോഴത്തേനാണെങ്കിൽ പരിശുദ്ധാത്മാവ് തൊടാൻ തുടങ്ങി. ഈ കുട്ടി കിടന്ന് ആടാൻ തുടങ്ങി. ഞാൻ നോക്കിയപ്പോൾ തല കിടന്ന് ഇങ്ങനെ ഷെയ്ക്കിങ് അണ്ടർ ദ പവർ ഓഫ് ഗോഡ്. എന്നിട്ട് ഫുൾ ശരീരം ഷെയ്ക്കിങ് അണ്ടർ ദ പവർ ഓഫ് ഗോഡ്. ആരും തൊടുന്നില്ല. ഞാൻ വിളിച്ചില്ല അദ്ദേഹത്തെ മുമ്പോട്ട് വരുവാൻ. അദ്ദേഹം ദൈവസ്വരം കേട്ട് മുമ്പോട്ട് വന്നു, അനുസരിച്ച് മുമ്പോട്ട് വന്നു. പരിശുദ്ധാത്മാവ് സ്പർശിക്കാൻ തുടങ്ങി. ഹോൾ ബോഡി അണ്ടർ ദ പവർ ഓഫ് ഗോഡ് ഷെയ്ക്ക് ചെയ്യാൻ തുടങ്ങി. ഹല്ലേലൂയ. എന്നിട്ട് ഈ കുട്ടി അവിടെ കിടന്ന് കരയുവാൻ തുടങ്ങി. താങ്ങാൻ വയ്യാത്ത ദൈവശക്തി അവൻ്റെ മേൽ വന്നിട്ട് അവൻ കിടന്ന് ആടുക. ഹല്ലേലൂയ. എന്നിട്ട് അവൻ കിടന്ന് കരയാൻ തുടങ്ങി. കരഞ്ഞ് 1.5 മണിക്കൂർ ഹല്ലേലൂയ അവിടെ ജനം ആരാധിച്ചുകൊണ്ടിരിക്കുക. ഒരു പക്ഷേ ഒരു 1/2 മണിക്കൂറെങ്കിലും ഈ ഇവ ലേറ്റായിട്ടാണ് വന്നത്. 1/2 മണിക്കൂറെങ്കിലും എല്ലാം മറന്നുകൊണ്ട് അവിടെ നിന്ന് കരഞ്ഞ് മീറ്റിംഗ് കഴിഞ്ഞു. 10:30 മീറ്റിംഗ് നിർത്തേണ്ടതായിട്ട് വന്നു. ഹല്ലേലൂയ. നിർത്തി. അതിനുശേഷം ആശീർവാദം പറഞ്ഞ് ആമേൻ എല്ലാവരും പിരിഞ്ഞു പോയിട്ടും ഈ സഹോദരൻ അവിടെ നിൽക്കുക, കണ്ണുപോലും തുറന്നിട്ടില്ല. ഹല്ലേലൂയ. ജസ്റ്റ് ലോസ്റ്റ് ഇൻ ദ പ്രസൻസ് ഓഫ് ദ ലോർഡ്. ദൈവ സാന്നിധ്യം ജസ്റ്റ് ഒരു സ്പഞ്ച് വെള്ളം അബ്സോർബ് ചെയ്യുന്ന പോലെ ദൈവ സാന്നിധ്യം എൻജോയ് ചെയ്യുകയാണ്. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ഗോഡ്. അതിനുശേഷം ഞങ്ങൾ കെട്ടിപ്പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിച്ചു. വി ഹാഡ് എ വണ്ടർഫുൾ ടൈം. അതിൻ്റെ കാര്യങ്ങൾ ഫേസ്ബുക്കിൽ അദ്ദേഹം പിറ്റേ ദിവസം അത് ഡിസ്ക്രൈബ് ചെയ്തു, തനിക്കുണ്ടായ എക്സ്പീരിയൻസ് എന്തുവായിരുന്നു. ഹല്ലേലൂയ. ആമേൻ. നോക്കണമേ, ദൈവം ഗോഡ് വാണ്ട്സ് ടു ടച്ച് പീപ്പിൾ. പക്ഷേ ഒരുക്കമുള്ള ഹൃദയത്തോട് വരിക. ആമേൻ. ആ കുട്ടി CFNI പഠിക്കുകയാണ്. സയോൺ കോളേജ് അവൻ്റെ മേലുള്ള ദൈവവിളി മനസ്സിലാക്കി ആ സഭ അവൻ്റെ ഫസ്റ്റ് സെമിസ്റ്ററിൻ്റെ ഫീസ് $5000 ചർച്ച് പേ ചെയ്തു. ഹല്ലേലൂയ. ആ സഹോദരൻ്റെ പേര് ജെയ്സൺ ആണ്. ജെയ്സൺ വർഗീസ്. ബൈബിൾ കോളേജിൽ പഠിക്കുന്ന കുട്ടി. ശക്തമായ ഒരു ദൈവസാന്നിധ്യം, ദൈവശക്തി അവൻ്റെ മേൽ വന്നു. അങ്ങനെ എത്രയോ പേരെ അവിടെ കർത്താവ്
കഴിഞ്ഞ ശനിയാഴ്ച രാത്രി സയോൺ ചർച്ചിൽ സ്പർശിച്ചു 1.5 മണിക്കൂർ ഓൾട്ടർ കോൾ സെഷൻ. കർത്താവിൻ്റെ സാന്നിധ്യം. ദൈവം ഇന്നും He wants to do all these things. He wants to touch people. Hallelujah. ഒരുക്കമുള്ള ഹൃദയത്തോടെ, ദാഹത്തോടെ, ആര് ദൈവസന്നിധിയിൽ വിശ്വാസത്തോടെ വരുന്നോ കർത്താവ് അവനെ മാനിച്ചിരിക്കും, ദൈവശക്തിയാൽ നിറച്ചിരിക്കും. ഹല്ലേലൂയ. ആമേൻ. ഞായറാഴ്ച രാവിലെ മലയാളം സർവീസിലും ഞായറാഴ്ച രാവിലെ ഇംഗ്ലീഷ് സർവീസിലും പ്രസംഗിക്കുവാൻ പാസ്റ്ററും ലീഡർഷിപ്പ് ടീം അവസരം തന്നു. അങ്ങനെ ഇംഗ്ലീഷ് സർവീസിലും ഇതുപോണക്ക് അവൻ 12:30 തീരേണ്ട സർവീസ് 1:30 ആയപ്പോഴാണ് തീർന്നത്. പ്രൈസ് ഗോഡ്. അവിടെയും ഇംഗ്ലീഷ് സർവീസിലും ഒരു ഓൾട്ടർ കോൾ സെഷൻ ഉണ്ടായിരുന്നു. അതിനുശേഷം ചർച്ച വിട്ട് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ 2:15 സമയമായി. 2:15 കാരണം ജനം മുമ്പോട്ട് മീറ്റിംഗ് കഴിഞ്ഞിട്ടും പ്രാർത്ഥിക്കാൻ വേണ്ടി മുമ്പോട്ട് ഓരോരുത്തർ വരിക. സോണിൻ്റെ അടുക്കൽ വരുന്നു, എൻ്റെ അടുക്കൽ വരുന്നു, പ്രാർത്ഥിച്ച് ചർച്ചയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ 2:15. ലഞ്ച് കഴിച്ചത് 2:30 ആയപ്പോഴാണ് കഴിച്ചത്. ഹല്ലേലൂയ. ആമേൻ. ഇതൊക്കെ തൃപ്തി, ശുശ്രൂഷയിൽ ഉണ്ടാകുന്ന തൃപ്തി ഇതാണ്. Amen. Praise God. When you see God's meeting, ഈ മനുഷ്യന്റെ മീറ്റിംഗ് അല്ല, ദൈവ സാന്നിധ്യം ഇറങ്ങുന്ന മീറ്റിംഗ് ആണ് ഗോഡ്സ് മീറ്റിംഗ്. ഹല്ലേലൂയ. ഇതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. നമുക്കും ഇങ്ങനെ പ്രാർത്ഥിക്കാം. ആമേൻ. ശക്തമായ ദൈവ സാന്നിധ്യം നമ്മുടെ കൂടി വരവിലും ശക്തമായ ദൈവ സാന്നിധ്യം ഹല്ലേലൂയ ഇറങ്ങി വരേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരുക്കത്തോടെ ദൈവസഭ, ദൈവജനം ദൈവസന്നിധിയിലേക്ക് ആമേൻ ഒഴിഞ്ഞ പാത്രമായി, ശൂന്യമായ പാത്രമായി ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ വിശ്വസ്തനായ ദൈവം നിറയ്ക്കുവാൻ അവൻ വിശ്വസ്തനത്രേ. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ഗോഡ്. ഞാൻ സയോൺ ചർച്ചിൽ ആ മീറ്റിങ്ങിന് പോകുന്നതിന് മുമ്പേ ഇന്ന് പ്രസംഗിക്കേണ്ട സന്ദേശം ഓൾറെഡി പ്രിപ്പയർ ചെയ്തിട്ടാണ് പോയത്. കാരണം ഐ ന്യൂ ദാറ്റ് ഐ വിൽ ബി ബിസി. പക്ഷേ ഈ ഒരാഴ്ചക്കാലം പ്രത്യേകിച്ച് ഫിലിപ്പ് സാറിൻ്റെ വേർപാട്, അതിൻ്റെ ആ വീഡിയോസ് ഒക്കെ കണ്ടപ്പം മനസ്സിൽ കൂടെ ആണെങ്കിൽ പല ചിന്തകൾ പെട്ടെന്ന് കയറി വന്നു. പ്രത്യേകിച്ച് നമ്മളെല്ലാം ഈ കഴിഞ്ഞ ആഴ്ച വി വർ വാച്ചിങ് ദ മെമ്മോറിയൽ സർവീസ്, ദ ഫ്യൂണറൽ സർവീസ്. നമ്മുടെയൊക്കെ മനസ്സിൽ കൂടെ പല ചിന്തകൾ കടന്നു വന്നു. ഇന്നലെ ഇവിടെ ലേഡീസ് മീറ്റിംഗ് ഉണ്ടായിരുന്നു, അനുഗ്രഹിക്കപ്പെട്ട ഒരു മീറ്റിംഗ്. നമ്മുടെ ചർച്ച ചെയ്യുന്നതുപോലെ വർഷത്തിൻ്റെ അവസാനത്തെ ലേഡീസ് മീറ്റിംഗിൽ സീനിയർ പാസ്റ്റർ ആയിരിക്കും പ്രസംഗിക്കുന്നത്. I was able to come here, attend it and preach and minister. What a beautiful testimonies we heard of God healing people. Pastor പ്രാർത്ഥിച്ചു, ദൈവം സൗഖ്യമാക്കി. I was so humbled to hear what God is doing in our midst. എത്രയോ സഹോദരിമാര് ഇന്നലെ സാക്ഷ്യം പറഞ്ഞു, ഇവിടെ രോഗമുണ്ടായിരുന്നു, പാസ്റ്റർ പ്രാർത്ഥിച്ചു, ദൈവം സൗഖ്യമാക്കി. സഭ പ്രാർത്ഥിച്ചു, ദൈവം സൗഖ്യമാക്കി. ഹല്ലേലൂയ. ആമേൻ. God is moving in our midst. നമ്മൾ അറിയുന്നില്ല പലപ്പോഴും. ഹല്ലേലൂയ. Unless we hear these stories, the testimonies of miracles, what God is doing in our midst. And they were earnestly, sincerely praying. നമ്മുടെ ചർച്ചിലെ ഒരു വൈബ്രന്റ് മിനിസ്ട്രിയാണ് നമ്മുടെ WMC മിനിസ്ട്രി. ഓൾവേസ് there. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാൻ വേണ്ടി ആമേൻ ഇത്രയും ഡെഡിക്കേഷൻ കാണിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ്. I just want to appreciate. ഇന്നലെയും അപ്രീഷിയേറ്റ് ചെയ്തു, ഇന്നും I just want to appreciate you all for doing that. ഇന്നലെ ആ മീറ്റിംഗ് കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോയപ്പം ദൈവാത്മാവ് പറഞ്ഞു to prepare this sermon. ഇന്നലെ ഉച്ച കഴിഞ്ഞിട്ട് ഞാൻ 2 മണിക്കൂർ ഇരുന്ന് പ്രാർത്ഥിച്ച് ഞാൻ പ്രിപ്പയർ ചെയ്ത ഒരു sermon-ആണ്. And the title of this sermon is From the Heart of Your Pastor. അടുത്ത സൺഡേ ഞാൻ ജീവിച്ചിരിക്കുമെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് nothing is guaranteed to anybody. അതുകൊണ്ട് നിങ്ങളുടെ പാസ്റ്റർ എന്ന നിലയിൽ, ഈ സീസണിൽ നിങ്ങളുടെ പാസ്റ്റർ എന്ന നിലയിൽ എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ നിങ്ങളോട് പറയുന്ന ചില കാര്യങ്ങൾ, 10 കാര്യങ്ങൾ വേഗത്തിൽ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. എൻ്റെ ഹൃദയത്തിൽ നിന്ന് നിങ്ങളോട് പറയുന്ന ചില കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കണം. കഴിയുമെങ്കിൽ ഇത് എഴുതിയെടുക്കുക. കഴിയുമെങ്കിൽ ഹല്ലേലൂയ നിങ്ങളുടെ ജീവിതത്തിലേക്ക്, നിങ്ങളുടെ പ്രാക്ടിക്കൽ ലൈഫിൽ നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്യണം എന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. വെറും കാഴ്ചക്കാരായിട്ട് ഇവിടെ വന്നിട്ട് മടങ്ങിപ്പോകാൻ വേണ്ടിയല്ല, ഇവിടെ വരുമ്പോൾ പ്രയോജനപ്പെടുത്തുക നിങ്ങളുടെ സമയം. ദൈവത്തെ ആരാധിക്കുക, ദൈവവചനം ഏറ്റെടുക്കുക, ദൈവവചനം ഏറ്റെടുത്ത വചനം പോയി ചിന്തിക്കുക. ജീവിതത്തിൽ നിങ്ങളത്, പ്രാവർത്തിക ജീവിതത്തിൽ നിങ്ങളത് അപ്ലൈ ചെയ്യുക. ദൈവം ഹല്ലേലൂയ നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. 10 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, ലൈഫ് ഇസ് ഷോർട്ട്. ഹല്ലേലൂയ. ലൈഫ് ഇസ് ഷോർട്ട്. ശ്രദ്ധിക്കണമേ, ലൈഫ് ഇസ് ഷോർട്ട്. 3 ആഴ്ച മുമ്പ് ഈ പുറകിൽ ഇവിടെ നിന്നുകൊണ്ട് റേച്ചൽ സിസ്റ്റർ എന്നോട് പറഞ്ഞതാണ്, പാസ്റ്ററെ എനിക്കൊരു ആഗ്രഹമുണ്ട്, നാട്ടിൽ പോയാൽ എനിക്കൊരു കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. ഐ ജസ്റ്റ് വോണ്ട് ടു ഡിസയർ ഉണ്ട്, എനിക്ക് നാട്ടിൽ പോകണം. എൻ്റെ സിസ്റ്റർ വരുന്നുണ്ട്. ഐ ജസ്റ്റ് വോണ്ട് ടു സ്പെൻഡ് ടൈം വിത്ത് ഡാഡി ആൻഡ് ദ ഫാമിലി. ഇപ്പോൾ റേച്ചൽ സിസ്റ്റർ നാട്ടിലാണ്. പക്ഷെ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഈ ഒരു അവസരത്തിലായിരിക്കണം നാട്ടിൽ പോകുന്നതെന്ന് പ്രതീക്ഷിച്ചില്ല. ലൈഫ് ഇസ് വെരി ഷോർട്ട്. എപ്പോൾ വേണമെങ്കിലും ദി അൺഎക്സ്പെക്റ്റഡ് ക്യാൻ ഹാപ്പൻ. ഹല്ലേലൂയ. നമ്മളിവിടെ റിലാക്സ്ഡ് ആയി ഇങ്ങനെ ഇരിക്കുകയാണ്. നമ്മളിവിടെ ഒത്തിരി വർഷം ഇവിടെ കാണുമെന്ന് നോക്കിയാൽ എന്തോ ഒരു ഗ്യാരണ്ടിയുമില്ല. ടുമോറോ ഇസ് നോട്ട് പ്രോമിസ്ഡ് ഫോർ us.
Tomorrow is not promised to us. എന്തു വേണമെങ്കിലും സംഭവിക്കാം ജീവിതത്തിൽ. മനസ്സിലാക്കുക, ലൈഫ് ഈസ് ഷോർട്ട്. ഹല്ലേലൂയ. നമ്മുടെ മുമ്പിൽ നിത്യതയിൽ നിന്ന് ദൈവം നോക്കുമ്പോൾ ടൈം ഇസ് വെരി ഷോർട്ട്. ഈ 70, 80, 100, 120 നത്തിങ്, ഒരു ഡോട്ട് മാത്രം. ഹല്ലേലൂയ. ഒരു മൈക്രോ ഡോട്ടാണ് ദൈവത്തിന്റെ കാഴ്ചപ്പാട് ദൈവം നോക്കുമ്പോൾ. ഹല്ലേലൂയ. ആമേൻ. മനസ്സിലാക്കുക, ലൈഫ് ഈസ് ഷോർട്ട്. വായിക്കാം സങ്കീർത്തനം 90, Psalm 90 verse 10 to 14. 90-ാം സങ്കീർത്തനം 10 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിന്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു. നിന്റെ കോപത്തിന്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവനാ. ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണം. So teach us to number our days so that we would apply a heart of wisdom. ജ്ഞാനികളായി തീരുക. ജ്ഞാനമുള്ളവൻ എന്തോ മനസ്സിലാക്കുന്നത്? ദൈവിക ജ്ഞാനം പ്രാപിച്ചവൻ എന്ത് മനസ്സിലാക്കുന്നു? ഈ ഭൂമിയിലെ ജീവിതം താൽക്കാലികമാണ്. 2, ടൈം ഇസ് വെരി ഷോർട്ട് ഫോർ മീ. എന്റെ മുമ്പിൽ അധികം സമയമില്ല. ബുദ്ധിയുള്ളവൻ, ദൈവിക ജ്ഞാനവും പരിജ്ഞാനം ഉള്ളവൻ മനസ്സിലാക്കുന്നു, തിരിച്ചറിയുന്നു എന്തുവാ? ലൈഫ് ഇസ് ഷോർട്ട്. ഹല്ലേലൂയ. സോ പ്ലാൻ ആൻഡ് പ്രിപ്പയർ യുവർ ലൈഫ് വെരി വെൽ ബിക്കോസ് ലൈഫ് ഇസ് ഷോർട്ട്. അത് മാത്രമല്ല, യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം. James chapter 4 verse 13. Now listen, you who say, today or tomorrow we will go to this or that city, spend a year there, carry on business and make money. Listen to all those people who make plans for tomorrow. But യാക്കോബ് പറയുകയാണ്, ഇന്നോ നാളെയോ. എന്തോ arrogant ആയിട്ട്, ശ്രദ്ധിക്കണം, വെയിറ്റ്. എന്തോ arrogant ആയിട്ടാണ് പറയുന്നത്. ഞാൻ നാളെ അത് ചെയ്യും, നാളെ അവിടെ പോകാൻ പോകുക, നാളെ അങ്ങനെ ചെയ്യും, എനിക്ക് ഒത്തിരി പ്ലാൻസ് ഉണ്ട്, നാളെ അത് ചെയ്യും, അങ്ങനെ അത് ചെയ്യും, അടുത്ത ആഴ്ച അത് ചെയ്യും, അടുത്ത മാസം അത് ചെയ്യും. arrogant ആയിട്ട് പറയുകയാണ്. അപ്പം ഇവിടെ യാക്കോബ് പറയുകയാണ്, ബുദ്ധിയുള്ളവരെ, ദൈവം നാളെ തന്നാൽ മാത്രമേ നിങ്ങളുടെ പ്ലാനുകൾ എക്സിക്യൂട്ട് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾ സംസാരിക്കുമ്പോൾ ഗോഡ് വില്ലിംഗ്, ദൈവം അനുവദിച്ചാൽ ഞാൻ അത് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു, നാളെ ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ച അവിടെ പോകുവാൻ ആഗ്രഹിക്കുന്നു, ദൈവം അനുവദിച്ചാൽ ആമേൻ മെക്കാലിൽ മിഷൻ ട്രിപ്പിൽ ഞങ്ങൾ പോകുവാൻ ആഗ്രഹിക്കുന്നു, ദൈവം അനുവദിച്ചാൽ. ഹല്ലേലൂയ. അത് ചേർത്ത് വേണം സംസാരിക്കാൻ. ദൈവം അനുവദിച്ചാൽ, ദൈവം ആ നാളെ കാണുവാൻ അനുവദിച്ചാൽ മാത്രമേ നാളെ നമ്മൾ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ അത് എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയത്തുള്ളൂ. വായിച്ചോട്ടെ വാക്യം. ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി അവിടെ ഒരാണ്ട് കഴിച്ച് വ്യാപാരം ചെയ്ത് ലാഭമുണ്ടാക്കുമെന്ന് പറയുന്നവരെ കേൾപ്പീൻ. നാളത്തേത് നിങ്ങൾ അറിയുന്നില്ലല്ലോ. നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത്? അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ മറഞ്ഞു പോകുന്നതുമായ ആവിയല്ലോ. കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങൾ ജീവിച്ചിരുന്നു ഇന്നത് ചെയ്യും എന്നല്ലയോ പറയേണ്ടത്. Amen. So what is your life? You are a mist that appears for a little while. Long time അല്ല, eternity അല്ല, നമ്മൾ everlasting അല്ല. നമ്മുടെ ലൈഫ് ഇവിടെ everlasting ആണ്, eternal അല്ല, temporal ആണ്, temporary ആണ്. നമ്മൾ വെറും ഒരു മിസ്റ്റ് മാത്രം. ഇവിടെ പറയുകയാണ്, that appears on earth for a little while and then vanishes. തീർന്നു. That's all. So understand that life is short, very short. അത് മനസ്സിലാക്കി നാളെ നമുക്കുള്ളതല്ല, ഇന്ന് നമുക്ക് കിട്ടിയ അവസരം തക്കത്തിൽ ഉപയോഗിക്കുക. ദൈവനാമത്തിന് വേണ്ടി സംസാരിക്കുക, ചിന്തിക്കുക, പ്രവർത്തിക്കുക. നാളെ നമ്മൾ ജീവിച്ചിരിക്കുമെന്ന് യാതൊരു ഉറപ്പുമില്ല. അടുത്ത ഞായറാഴ്ച ഞാനിവിടെ കാണുമെന്ന് യാതൊരു ഉറപ്പുമില്ല. അതുകൊണ്ട് ഇന്ന് എൻ്റെ ഹൃദയത്തിൽ കർത്താവ് തന്നത് വിളമ്പി തരുവാൻ ഞാൻ ദൈവകൃപയിൽ ആശ്രയിക്കുന്നു. ഒന്ന്, എൻ്റെ ഹൃദയത്തിൽ ഞാൻ പറയുന്നു, അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ലൈഫ് ഈസ് ഷോർട്ട്. 2, ഈ ചുരുങ്ങിയ ആയുസ് നമ്മുടെ മുമ്പിലുള്ളൂ, ചുരുങ്ങിയ സമയം നമ്മുടെ മുമ്പിലുള്ളൂ എന്ന് മനസ്സിലാക്കി ദൈവമുഖം അന്വേഷിച്ച് ദൈവഭയത്തിൽ ജീവിക്കുക. Number 2, seek God and be humble before the Lord. ഈ ചെറിയ ആയുസ് ദൈവം ദാനമായി തരുമ്പോൾ, ഈ
ദാനം തന്ന് ഈ ആയുസ്, ഈ ദിവസങ്ങളും ഈ മാസങ്ങളും വർഷങ്ങൾ, ഈ ചെറിയൊരു കാലം ദാനമായി നൽകിയ ദാതാവിനെ ഭയപ്പെടുക, അവന്റെ മുഖം അന്വേഷിക്കുക, അവന്റെ പിന്നാലെ പോകുക, താഴ്മയോട് നമ്മളെ ദൈവസന്നിധിയിൽ ഒന്ന് താഴ്ത്തി ഏൽപ്പിക്കുക. ഞായറാഴ്ച മാത്രമല്ല, എല്ലാ ദിവസവും എല്ലാ നിമിഷവും നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ ഒന്ന് താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കുക. Walk before God in humility every day of our lives. Amen. Hallelujah. മൂന്നാമതായി, there must be a real change in our lives. 40 വർഷം ശുശ്രൂഷയിലായിട്ടുണ്ട് ഞാൻ, 50 വർഷമായി മിനിസ്ട്രിയിലായിട്ട് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമല്ല. ജീവിതത്തിൽ ഒരു വ്യത്യാസം ഉണ്ടായിരിക്കണം. Hallelujah. There must be a difference, a radical change between the old man and the new man. വായിക്കാം കൊലോസ്യ ലേഖനം 3-ാം അധ്യായം അതിന് 5 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 5 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പീൻ. ഈ വക നിമിത്തം ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു. അവയിൽ ജീവിച്ചിരുന്ന കാലം നിങ്ങളും മുമ്പേ അവയിൽ നടന്നു പോകുന്നു. അറിയാമോ? കൊലോസ്യയിലുള്ള വിശുദ്ധന്മാർക്ക്, വിശ്വാസികൾക്ക് വേണ്ടി, ദൈവസഭയ്ക്ക് വേണ്ടി പൗലോസ് എഴുതുകയാണ് ഇവിടെ. He is writing to the church. നിങ്ങൾ പണ്ട് ഇങ്ങനെ നടന്നതാണ്, ഇപ്പോൾ ഇങ്ങനെ നടക്കല്ല. ജീവിതത്തിൽ ഒരു ചേഞ്ച്, ഒരു വലിയ മാറ്റം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. അത് it must be lived out. സുവിശേഷം സ്വീകരിച്ചിട്ട് കാര്യമില്ല, സുവിശേഷ പ്രകാരം നീ ജീവിക്കണം. Hallelujah. You have received the gospel, now live out the gospel. Let there be a change in your life. Hallelujah. The old man must die. The old man must die and walk in the newness of the life of the new man in Christ. 50 വർഷം, 60 വർഷം, 40 വർഷം, 20 വർഷം ശുശ്രൂഷയിലായിട്ടുണ്ട്. ഞാൻ കർത്താവിന് വേണ്ടി ഇത്രയും കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ജീവിതത്തിൽ വ്യത്യാസമില്ലെങ്കിൽ, if there is no radical change in your life, what is the point in boasting about your titles, your positions, hallelujah, your experience in ministry? It doesn't matter to the Lord. Amen. So from my heart, I just want to plead with my brothers and sisters and those listening, those under my voice this Sunday morning, let there be a radical change in your life. I love that old song. Things I used to speak, I speak them no more. Things I used to say, I say them no more. There's a great change since I was born. Not a physical birth, I'm talking about the spiritual birth. Once you're born again, there's a great change since I was born. Things I used to do, I do them no more. There's a great change since I was born. Is there a radical change in your life? I'm going to change വന്നിട്ടുണ്ടെങ്കിൽ be very happy. You're walking in the path of righteousness. നീതിയുടെ പാതയിൽ നിങ്ങൾ നടക്കുകയാണ്. ദൈവം നിങ്ങളെ നോക്കി വളരെയധികം സന്തോഷിക്കുന്നു. Because there is a change in your life. Hallelujah. Amen. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയോട് നിങ്ങൾ മത്സരിക്കുകയല്ല, ചേർന്ന് നിൽക്കുക. നമ്മുടെ ഉള്ളിൽ പ്രവൃത്തി പരിശുദ്ധാത്മാവ് ചെയ്തെടുക്കുവാൻ ആഗ്രഹിക്കുന്നു. ക്രിസ്തുവിന്റെ ഭാവം നമ്മൾ ഉണ്ടായിരിക്കണം. He is forming Christ in you. ആ ചേഞ്ച് നമ്മുടെ ലൈഫിൽ ഉണ്ടായിരിക്കണം. പണ്ട് സംസാരിച്ച പോലെ സംസാരിക്കല്ല. You once walked എന്ന് സഭയോട് പറഞ്ഞു. You once walked like that and lived in these things. Put to death. December 31st മാത്രമല്ല, January 1st ന്യൂ റെസൊല്യൂഷൻസ് എടുക്കുമ്പോൾ മാത്രമല്ല, every day of your life put to death the flesh, that old man. ഇല്ലെങ്കിൽ സഭയ്ക്കകത്ത് ജഡികന്മാർ മാത്രമേ കാണത്തുള്ളൂ. Praise God. Natural man ഉണ്ട്, is an unbeliever. രക്ഷിക്കപ്പെട്ടു, പക്ഷെ ഇന്നും പാപത്തിൽ ജീവിക്കുന്നവൻ, ദൈവത്തെ ദുഃഖിപ്പിക്കുന്നു, പാപ വഴിയിൽ നടക്കുവാണെങ്കിൽ അവന്റെ പേരാണ് കാർണൽ മാൻ. പിന്നുണ്ട് മൂന്നാമതൊരു വ്യക്തി, സ്പിരിച്വൽ മാൻ.
ദൈവസന്നിധിയിൽ അവനെ തന്നെ താഴ്ത്തി ദൈവഭയത്തോടെ ദൈവവചനം വായിച്ച് ദൈവവചന പ്രകാരം ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന പെർഫെക്റ്റ് അല്ല. പക്ഷെ എല്ലാ ദിവസവും ദൈവകരങ്ങളിലേക്ക് അവനെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ദൈവസന്നിധിയിൽ അവന്റെ കുറ്റബോധം ഉണ്ടാകുന്നു. കുറവുകൾ പരിശുദ്ധമോ കാണിക്കുമ്പോൾ അത് മറച്ചു വെക്കുന്നില്ല, അത് ഏറ്റുപറയുന്നു, അത് ഉപേക്ഷിക്കുന്നു, ദൈവസന്നിധിയിൽ കരയുന്നു. ദൈവവചനം അനുസരിച്ച് ജീവിക്കുവാൻ അവന് ആഗ്രഹമുണ്ട്. അതിൻ പ്രകാരം അവൻ ശ്രമിക്കുന്നു. With a passion he is trying to live out the gospel to please his God. So my advice to you is there must be a change in your life. I may not be alive here the next Sunday to share this message with you. I just prepared this yesterday. It's 2 hours, so this is the thoughts God gave me. But as your pastor, I must say this to you. Fourth one, use every opportunities you get today. ഇന്ന് ദൈവം തരുന്ന അവസരങ്ങൾ തക്കത്തിൽ ഉപയോഗിക്കുക. Seize those opportunities. നാളെ അവസരം കിട്ടുന്ന വരത്തില്ല. ഇന്നത്തെ ദിവസം ഇന്ന് അവസരങ്ങൾ ദൈവം തരും. നാളെ ഇത് കിട്ടുമല്ലോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സുഖിച്ച് നമ്മളിങ്ങനെ ജീവിക്കില്ല. ആ അവസരം ചിലപ്പോൾ നാളെ നമുക്ക് കിട്ടത്തില്ലെന്ന് വന്നേക്കാം. പിന്നെ ദുഃഖിച്ചിട്ട് കാര്യമില്ല. That is the story. You don't have time to go, but if you have a Bible, return to Matthew 25 verse 1 to 12. വായിക്കല്ല സമയമില്ല. പക്ഷെ we all know the parable of the virgins, 5 foolish and 5 wise. Right. The foolish virgins, they were not prepared. The wise had the lamp, the oil and the jar. They had the lamp and the oil and the jar. The foolish had the lamp and the oil, but no extra oil. കരുതിയില്ല. But the wise ones ഉറങ്ങി എല്ലാവരും. പ്രതീക്ഷിക്കാത്ത നേരത്ത്, unexpected time they did not expect. അതാ ബൈബിൾ പറഞ്ഞത്, at the time that they did not expect. പ്രതീക്ഷിക്കാത്ത സമയത്ത് മണവാളൻ വന്നു, ഇൻവിറ്റേഷൻ വന്നു, come outside and meet the bridegroom. അന്നേരം എണ്ണയില്ല, അന്നേരം ഓടുകയാണ് എണ്ണ മേടിക്കാൻ. മണവാളൻ വന്നു, ഇവിടെ വെയിറ്റ് ചെയ്യുന്നില്ല, വന്നു ചേർത്ത് കൊണ്ടുപോയി. ഹല്ലേലൂയ. വാതിലും അടച്ചു, ഡോർ ഇസ് ക്ലോസ്ഡ്. ഇനി വന്ന് മുട്ടിയിട്ടും കാര്യമില്ല, മണവാളൻ വാതിൽ അടച്ചു കഴിഞ്ഞിരിക്കുന്നു. പിന്നെ കരഞ്ഞിട്ട് കാര്യമില്ല, ദുഃഖിച്ചിട്ട് കാര്യമില്ല. കരുതേണ്ട സമയത്ത് കരുതണമായിരുന്നു, ഒരുങ്ങേണ്ട സമയത്ത് ഒരുങ്ങണമായിരുന്നു. മണവാളൻ വാതിൽ അടച്ചു കഴിഞ്ഞാൽ ആർക്കും തുറക്കുവാൻ കഴിയത്തില്ല, ഒരു ദൂതനും തുറക്കുവാൻ കഴിയത്തില്ല, ഒരു വിശുദ്ധനും തുറക്കുവാൻ കഴിയത്തില്ല, ആർക്കും തുറക്കുവാൻ കഴിയത്തില്ല. Time is over. He came, he left. Hallelujah. He took and left. റാഞ്ചിക്കൊണ്ട് കൊണ്ടുപോയി. കിട്ടുന്ന അവസരങ്ങൾ പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിക്കുക, ജോലി ചെയ്യേണ്ട സമയത്ത് ജോലി ചെയ്യുക, സുവിശേഷം അറിയിക്കേണ്ട സമയത്ത് അറിയിക്കുക, ശുശ്രൂഷിക്കേണ്ട സമയം ശുശ്രൂഷിക്കുക. Use every opportunity God gives you every day. ഒത്തിരി അവസരങ്ങൾ ദൈവം നമുക്ക് തരുന്ന 24 മണിക്കൂറാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. Use it wisely for the Lord and for the extension of His kingdom. ഗലാത്യ ലേഖനം 6:9-10 ഇങ്ങനെ വായിക്കുന്നു. Therefore, as we have പത്താമത്തെ വാക്യം, Galatians 6:10. Therefore, as we have opportunity, let us do good to all. നന്മ പ്രവർത്തിക്കുക എല്ലാവരോടും, to all people. ജാതി നോക്കണ്ട, മതം നോക്കണ്ട, തൊലിയുടെ നിറം നോക്കണ്ട, ഒന്നും നോക്കണ്ട, എല്ലാവരോടും നന്മ പ്രവർത്തിക്കുക. Do good to all. ഫിലിപ്പ് സാറിന്റെ മെമ്മോറിയൽ സർവീസ്, ഫ്യൂണറൽ സർവീസ് നിങ്ങൾ കണ്ടല്ലോ. People from all walks of life coming. ഞാനിപ്പോഴായിരുന്നു ദേവദാസിന് ഇത്രയും കോൺടാക്ട്സ് ഉണ്ടായിരുന്നല്ലോ. So many people loved him. Hindus, Muslims, Christians, different denominations, politicians, police officers, advocates. He reached out and built bridges. Bridge കത്തിച്ച് കളയല്ല. ഒരു ബ്രിഡ്ജ് കത്തിച്ച് കളയാൻ എളുപ്പമാണ്, പണിയാൻ വളരെ ബുദ്ധിമുട്ടാണ്. Build bridges in your life. ഇത് പെന്റക്കോസ്റ്റൽ സർക്കിളിൽ മാത്രം നിൽക്കരുത്. Reach out to everybody. നമുക്കൊരു പ്രത്യേകത, നമ്മൾ
നമ്മുടെ ആ ചെറിയ ബബിളിനകത്ത് നിൽക്കുവാൻ മാത്രം നമ്മൾ ആഗ്രഹിക്കുന്നവരാ. റീച്ച് ഔട്ട് ടു എവറിബഡി, ടു ഓൾ റിലീജിയൻസ്, ബിൽഡ് ബ്രിഡ്ജസ്. ഇറങ്ങി പ്രവർത്തിക്കുക, ദാസന്മാരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുക, സ്നേഹിക്കുക, കരുതുക, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒക്കെയും ചെയ്തെടുക്കുക. നാളെ നമുക്കുള്ളതല്ല. ഒരു നീതിമാനെ ആരും മറന്നു കളയത്തില്ല. അതാ ബൈബിൾ പറയുന്നത്, the righteous shall be remembered forever because of the acts and the works that they did, because of their ministry, because of their character. ആരും മറന്നു കളയത്തില്ല. നമ്മൾ ആ ചെറിയ ബബിളിൽ നിന്ന് ഇറങ്ങിച്ചല്ല. കിട്ടുന്ന അവസരം, കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി, ഡു ഗുഡ് ടു ഓൾ. പിന്നീട് പ്രയോറിറ്റി ഉണ്ട്. അവിടെ പറയുകയാണ്, ഗലാത്യലേഖനത്തിൽ പറയുകയാണ്, എസ്പെഷ്യലി ടു ദ ഹൗസ് ഹോൾഡ് ഓഫ് ഫെയ്ത്ത്. വിശ്വാസികളോട് പ്രത്യേകിച്ച് മേക്ക് ഷുവർ വി ഡു ഗുഡ് ടു അതേഴ്സ്. ഇന്ന് കിട്ടുന്ന അവസരം നാളെ കിട്ടത്തില്ല. ഫിലിപ്പ് സാറിന്റെ സഹധർമ്മണി പറഞ്ഞ സാക്ഷ്യം നിങ്ങൾ കേട്ടല്ലോ. മോള് സൂസൻ പറഞ്ഞ സാക്ഷ്യം കേട്ടു, ഞാൻ കേട്ടു. മോൻ പറഞ്ഞ സാക്ഷ്യം കേട്ടല്ലോ. കഴിഞ്ഞ 1.25 വർഷം വളരെ ബുദ്ധിമുട്ടിൽ കൂടെ കടന്നുപോയി. പുറത്തുനിന്ന് വന്ന ടെൻഷനല്ല കേട്ടോ, അകത്തുനിന്ന് ജനം കൊടുത്ത ടെൻഷനാണ്. ഹല്ലേലൂയ. ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുമ്പം ചിലരുടെ ഹൃദയത്തിൽ കുത്തു കിട്ടുന്നുണ്ട്. ഇവിടുത്തെ കാര്യമല്ല, അവിടുത്തെ. അപ്പൊ അവരുടെ മനസ്സിൽ കൂടെ ഒരു ചിന്ത, അയ്യോ കർത്താവിന്റെ ദാസൻ മരിച്ചുപോയല്ലോ, ഇന്നൊന്ന് ക്ഷമ ചോദിക്കാൻ ഒരവസരം കിട്ടണമെന്ന് ചിന്തിച്ചിട്ട് കാര്യമുണ്ടോ? ആള് പോയി തൻ്റെ ഭവനത്തിൽ എത്തിച്ചേർന്നു. കർത്താവിന്റെ ദാസനെ ഞാൻ കാരണം ദുഃഖം തന്നല്ലോ, എൻ്റെ ഗ്രൂപ്പ് കാരണം നിങ്ങൾക്ക് ദുഃഖം ഉണ്ടായല്ലോ, എന്നോട് ക്ഷമിക്കണമേ എന്ന് ചോദിക്കാനേ പറ്റത്തുള്ളൂ. അത് സ്വീകരിക്കുവാനും നിങ്ങളെ ക്ഷമിക്കുവാനും ആ കർത്താവിന്റെ ദാസൻ ഇന്നിവിടില്ല. നിങ്ങളുടെ ജീവിതത്തിലും ഒരുപക്ഷെ അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ പലരെയും വിഷമിച്ചിട്ടുണ്ടായിരിക്കാം. ആ കയ്പിന്റെ വേരുകൾ ഇന്നും ഹൃദയത്തിലുണ്ട്, ക്ഷമിച്ചിട്ടില്ല പൂർണ്ണമായി. അങ്ങനെ ആ വ്യക്തി നാളെ ഇവിടെ കാണണമെന്നില്ല. നാളെ അവനോട് ക്ഷമ ചോദിക്കാം, നാളെ ആട്ട്, ജാനുവരി 31 ആട്ട് എന്ന് നോക്കിയിട്ട് കാര്യമില്ല. ആ 31 മുമ്പേ അദ്ദേഹത്തെ കർത്താവ് വിളിച്ചതിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ആ ഗിൽട്ട് നിങ്ങളെ ശരിക്കും ബോധർ ചെയ്യും. ഹല്ലേലൂയ. ജീവിതകാലം മുഴുവൻ നിങ്ങളെ ബോധർ ചെയ്യും. അത് ഉണ്ടാകാതിരിക്കേണ്ടതിന് വേണ്ടി ഇന്ന് ദൈവം അവസരം തരുമ്പോൾ, പ്രത്യേകിച്ച് ഈ പ്രസംഗത്തിൽ കൂടെ പരിശുദ്ധാത്മാവ ദൈവം നിങ്ങളോട് സംസാരിക്കുമ്പോൾ, നിങ്ങളുടെ ഓർമ്മയിലേക്ക് ചില മുഖങ്ങൾ, ചില പേരുകൾ പരിശുദ്ധാത്മാവ് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഇന്ന് നിരപ്പ് പ്രാപിക്കുക. ദൈവത്തോട് പിന്നെ ചെയ്യാം, ആദ്യം ആ വ്യക്തിയോട് നിരപ്പ് പ്രാപിക്കുക. ആ വ്യക്തി whatever he has done to you, ക്ഷമിക്കുക. നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഇനിഷ്യേറ്റീവ് എടുത്ത് ചെന്ന് വിളിച്ചു പറയുക, അല്ലെങ്കിൽ ചെന്ന് കണ്ടു പറയാം, എന്നോട് ക്ഷമിക്കണം സഹോദര, അന്നേരത്തെ ദേശത്ത് ഞാൻ അങ്ങനെ പറഞ്ഞു പോയി, പ്രവർത്തിച്ചു, എന്നോട് ക്ഷമിക്കണമേ, എന്നോട് ക്ഷമിക്കണമേ. നാളെ ഞാൻ ജീവിച്ചിരിക്കുമെന്ന് എനിക്ക് ഗ്യാരണ്ടി ഇല്ല, നാളെ നിങ്ങൾ ജീവിച്ചിരിക്കുമെന്ന് ഗ്യാരണ്ടി ഇല്ല. പക്ഷെ ഇന്ന് ഒരു അവസരം ദൈവം തരുന്നു, അതുകൊണ്ട് ഞാൻ വരികയാണ്. ഹല്ലേലൂയ, ആമേൻ, പ്രൈസ് ഗോഡ്. നിങ്ങളോട് ഞാൻ ക്ഷമിച്ചാൽ മാത്രമേ എൻ്റെ കുറവുകൾ എൻ്റെ ദൈവം എന്നോട് ക്ഷമിക്കത്തുള്ളൂ. അതാണ് പ്രമാണം. അതുകൊണ്ട് ഇന്ന് കിട്ടുന്ന അവസരം ഞാൻ യൂസ് ചെയ്യുന്നു. ഹല്ലേലൂയ, ആമേൻ. സുവിശേഷം അറിയിക്കുവാൻ അവസരങ്ങൾ കിട്ടുമ്പോൾ അറിയിക്കുക. DL മൂടി എന്ന കർത്താവിന്റെ ദാസൻ ഒരു ഞായറാഴ്ച വൈകുന്നേരം പ്രസംഗിക്കുകയാണ്. എല്ലാ ഞായറാഴ്ച വൈകിട്ട് മീറ്റിംഗ് ഉണ്ടായിരുന്നു. അന്ന് രക്ഷണ സന്ദേശം അറിയിച്ചിട്ട് ഒരു ഓൾട്ടർ കോൾ ചെയ്യാൻ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ആഗ്രഹം ഉണ്ടായി. പക്ഷെ പുള്ളി തീരുമാനമെടുത്തു, ഇവർക്ക് ഒരു അവസരം കൊടുത്തേക്കാം, എന്താ സമയം കൊടുത്തേക്കാം. ഇവർ ആലോചിച്ചിട്ട് അടുത്ത ഞായറാഴ്ച ഇവിടെ വന്നിട്ട് അവരുടെ ഡിസിഷൻ അവരെടുത്തോളും, അതിനുള്ള അവസരം അടുത്ത ആഴ്ച കൊടുക്കാന്ന് പറഞ്ഞു. അന്ന് വൈകിട്ട് തീ പിടിച്ചു. ശുശ്രൂഷിക്കുന്ന സ്ഥലമെല്ലാം കത്തി. ഈ ജനം ആ തീയിൽ വെന്തുരുകി മരിച്ചുപോയി. ജീവിതകാലം മുഴുവനും ഹല്ലേലൂയ ആ ഗിൽട്ട് അദ്ദേഹത്തെ ഭരിച്ചു. അതിനുശേഷം ഹല്ലേലൂയ അങ്ങനെ ഒരു ഡിലേ തൻ ശുശ്രൂഷയിൽ കൊടുത്തിട്ടില്ല. സുവിശേഷം അറിയിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് തന്നെ ഒരു ഓൾട്ടർ കോൾ അദ്ദേഹം ചെയ്യും. അത് രക്ഷിക്കപ്പെടാൻ താല്പര്യപ്പെട്ടവർ മുമ്പോട്ട് വന്നാട്ട്, അല്ലെങ്കിൽ കരമുയർത്തിയാട്ട്. ഹല്ലേലൂയ, നാളത്തേക്ക് നീട്ടിവെച്ചില്ല. അദ്ദേഹം പറഞ്ഞു, നിത്യതയിൽ ഇവരെ കാണുമ്പോൾ ഇവരെന്നോട് ചോദിക്കുന്ന ചോദ്യത്തിന് മുമ്പിൽ എനിക്ക് ഉത്തരമില്ല.
നാളത്തേക്ക് നീട്ടിവെക്കല്ല. ആരോ എവിടെയോ കരയുന്നു. നിങ്ങളുടെ നെയ്ബർഹുഡിലായിരിക്കാം, നിങ്ങളുടെ സ്കൂളിലായിരിക്കാം, നിങ്ങളുടെ കോളേജിലായിരിക്കാം, നിങ്ങളുടെ ജോലി സ്ഥലത്തായിരിക്കാം. ആരോ എവിടെയോ കരയുന്നു, രക്ഷാമാർഗം തേടി കരയുന്നു. ഹല്ലേലൂയ. ദൈവത്തോട് കരയുകയാണ്. ആ വിടുതൽ, ആ വ്യക്തിയുടെ സൗഖ്യം, ആ വ്യക്തിയുടെ വിടുതൽ, ഒരു പക്ഷേ ആ വ്യക്തിയുടെ രക്ഷ ദൈവം നിങ്ങളുടെ കയ്യിലായിരിക്കും ഏൽപ്പിച്ചിരിക്കുന്നത്. നാം എഴുന്നേൽക്കുക, നാം പോകുക, മറ്റുള്ളവർക്ക് നാം ഒരു അനുഗ്രഹമായി തീരുക. ചിലർക്ക് അവസരം കിട്ടാൻ നോക്കി നിൽക്കുക. എന്തിനാണെന്നറിയാമോ? വായിക്കാം. മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം 11-ാമത്തെ വാക്യം. മർക്കോസ് 14:11. And when they heard it, they were glad. അവിടെ ഒരുവൻ അവരുടെ അജണ്ട, അവരുടെ പ്ലാനുമായിട്ട് യോജിച്ചു വന്നു. ആരാണ്? യൂദ. അപ്പൊ അവർക്ക് ഭയങ്കര സന്തോഷമായി. അവർ റെസ്പോണ്ട് പറഞ്ഞു, നീ നന്നേക്ക, പൈസ നന്നേക്ക, ഞാൻ ഏറ്റു. ശ്രദ്ധിക്കണം. And they promised to give him money, and he sought an opportunity to betray him. And Judas was seeking for an opportunity to betray Jesus Christ. പലരും ഇങ്ങനത്തെ അവസരത്തിന് വേണ്ടി നിൽക്കുക. എന്തിനാ? അവനെ ഒന്ന് കുത്താൻ, അവനെ ഒന്ന് വേദനിപ്പിക്കാൻ, അവനെ ഒന്ന് തകർക്കാൻ വേണ്ടി, അവനെ ഒന്ന് ഇല്ലാതാക്കാൻ വേണ്ടി ഒരവസരം കിട്ടണമേ. ചിലർ അങ്ങനെ പ്രാർത്ഥിക്കുകയും ചെയ്യും. ദൈവമേ, ഒരവസരം തരണേ. അവൻ അങ്ങനെ എന്നോട് പറഞ്ഞോ, ഒരു അവസരം തരുന്ന തിരിച്ചൊന്ന് ഞാൻ ആരാന്ന് കാണിച്ചു കൊടുക്കാം. ഒരു അധികാര സ്ഥാനത്ത് എന്നെ ഒന്ന് കൊണ്ടുപോവാ. ദൈവമേ, കൊണ്ടുപോവാ. അങ്ങനത്തെ അവസരത്തിന് വേണ്ടിയല്ല നമ്മൾ കാത്തിരിക്കേണ്ടത്, ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടത്. ദൈവമേ, നിരപ്രാപിക്കാൻ വേണ്ടി, മറ്റുള്ളവർക്ക് നമ്മളൊരു അനുഗ്രഹമായി തീരാൻ വേണ്ടി, മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ വേണ്ടി, മറ്റുള്ളവരെ ദൈവസന്നിധിയിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി, അകറ്റാൻ വേണ്ടി അല്ല, അടുപ്പിക്കാൻ വേണ്ടി. കഴിഞ്ഞ 1.25 വർഷം ആ കർത്താവിന്റെ ദാസി പറയുകയാണ്, പാസ്റ്റർ ഫിലിപ്പ് സാർ അനുഭവിച്ച വേദന. പലരും വേദനിപ്പിച്ചു. പുറത്തുനിന്നുള്ള വേദന പോകട്ടെ, അകത്തു നിന്നുള്ള വേദന. കർത്താവിന്റെ ദാസി പറഞ്ഞു, ചില പാസ്റ്റർമാരെ സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കുന്ന കേട്ട് കഴിഞ്ഞാൽ പുള്ളിക്കാർക്ക് അതിശയം വന്നു. ഇങ്ങനെ യേശുവിനെ കുറിച്ച് പ്രസംഗിക്കുന്നവനാണോ വന്ന് പാര വെക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. പ്രസംഗവും പ്രവൃത്തിയും തമ്മിൽ യോജിക്കണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അവസരങ്ങൾ ദൈവം തരുമ്പോൾ ഒരു വ്യക്തിയെ തകർക്കാൻ വേണ്ടിയല്ല, ഒരു വ്യക്തിയെ പണിയാൻ വേണ്ടി, ഒരു വ്യക്തിയെ ദൈവസന്നിധിയിലേക്ക് ആകർഷിക്കാൻ വേണ്ടി, പൊതുജനത്തിന് നന്മയ്ക്ക് വേണ്ടി കിട്ടുന്ന അവസരങ്ങൾ പാഴാക്കാതെ യേശുവിന് വേണ്ടി ജീവിക്കുക, യേശുവിന് വേണ്ടി പ്രവർത്തിക്കുക. അതത്രയും ഒരു ദൈവ പൈതൽ ചെയ്യേണ്ടത്. അങ്ങനെ നന്മ ചെയ്യാൻ വേണ്ടി അവസരങ്ങൾക്കായി കാത്തിരിക്കുക. അങ്ങനെ അവസരങ്ങൾ തരുമ്പോൾ seize that opportunity to do good to all people, even your enemies. Do good especially to the household of faith. 5, ജീവിതത്തിൽ പല റോൾസ് നമുക്കുണ്ട്. അഭിനയിക്കാൻ വേണ്ടിയല്ല, പ്രാക്ടിക്കലായിട്ട് പല റോൾസ് ഉണ്ട്. സൺ, ഹസ്ബൻഡ്, ഫാദർ, ഗ്രാൻഡ്-ഫാദർ, പാസ്റ്റർ, ടീച്ചർ, നേഴ്സ്, നമ്മുടെ പ്രൊഫഷണൽ റോൾസ്, സ്പിരിച്വൽ റോൾസ് ഉണ്ട്. ജീവിതത്തിൽ as you grow, you may have to play or function in different roles. പല റെസ്പോൺസിബിലിറ്റീസ് നമുക്കുണ്ടാകും. As you grow, may God broaden your shoulders to receive more responsibilities. ഇതൊക്കെയും വർദ്ധിക്കുമ്പോൾ ഇത് തന്ന ദൈവത്തെ മറന്നു പോകരുത്. കൂടുതൽ പൊസിഷൻസ് ലഭിച്ചെന്നിരിക്കാം, കൂടുതൽ ഏരിയ ഓഫ് ഇൻഫ്ലുവൻസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നിരിക്കാം. ഹംബിൾ യുവർസെൽഫ്. തന്ന ദൈവത്തെ മറന്നു പോകില്ല. Walk in humility all the days of your life. So we may have many roles, responsibilities. ഇതൊക്കെ നമ്മൾ വളരും തോറും റെസ്പോൺസിബിലിറ്റീസും റോൾസും കൂടത്തേ ഉള്ളൂ. അതിനോടുകൂടെ മനസ്സിലാക്കുക. നാളത്തെ ഭാവിയിലെ നേതാക്കന്മാരോട് പറയുക ഞാൻ, to the future leaders, for the young children, you are going to be leaders. As you grow up in life, you will have to function in many roles.
you will have many more responsibilities. With that, don't forget the third thing. It comes with many great challenges in your life. ഒത്തിരി പ്രതികൂലങ്ങൾ വരും. പ്രത്യേകിച്ച് ഏത് പൊസിഷൻ എടുത്താലും നിങ്ങളുടെ ജോലി തന്നെ അറിയാമല്ലോ. Lot of stress. We have a businessman here, Brother Stephen. Ask him what stress is. He'll tell you. Managing employees, taking care of things. Professional ജോലി ചെയ്യുന്ന അത്രയും, മെഡിക്കൽ ഫീൽഡ് ജോലി ചെയ്യുന്ന എത്രയോ പേരുണ്ട്. അത് മാത്രമല്ലല്ലോ, വീട്ടു ജോലി ചെയ്ത എത്രയോ വീട്ടമ്മമാരുണ്ട് ഇവിടെ, സഹോദരിമാര്. Ask them whether it's easy. It's not easy. Staying at home, managing a house, it's not easy. എല്ലാ ജോലിയിലും സ്ട്രെസ് ഉണ്ട്. We have to function in many roles. പല റെസ്പോൺസിബിലിറ്റീസ് നമുക്കുണ്ടാകും. As we grow older, young children understand you will have to function in many roles. You will have to accept great responsibilities. With that comes great challenges in your life. അഭിഷേകം ദാവീദിന്റെ മേൽ വന്നതിന് ശേഷം നമുക്കറിയാമല്ലോ, ഇതാ സിംഹം തന്നെ തേടി വരികയാണ്, കരടി തന്നെ തേടി വരികയാണ്. അഭിഷേകം നഷ്ടപ്പെട്ട ശൗല് കുന്തം വലിച്ചെറിഞ്ഞ വേറെ ആർക്കുമല്ല, ദാവീദ് വീണ വായിച്ച കിന്നരം വായിച്ച ദാവീദിനെതിരെ എത്ര കുന്തം വലിച്ചെറിഞ്ഞത്. അനേകർ കൊട്ടാരത്തിലുണ്ട് കേട്ടോ. ശൗലിന് ചുറ്റിലും അനേകരുണ്ട്. അവരൊന്നുമല്ല ശൗലിന്റെ ഉന്നം ഇവനെ തകർക്കണം. ഹല്ലേലൂയ. കാരണം ഇവനെ ഭരിക്കുന്ന ഒരു ദുരാത്മാവാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. We are a target of many. Be very wise. You will have many challenges in your life. ഈ കൂടെ ഇരിക്കുന്ന ചിരിക്കുന്നവരൊക്കെ നാളെ കൂടെ നിന്ന് ചിരിക്കത്തില്ല. Praise the Lord. Keep that in mind. So you function in many roles. As you accept more responsibilities, as you have to go through so much challenges, വെള്ളത്തിന്റെ അവസ്ഥയിൽ കൂടെ കടന്നു പോകണം, നദിയിൽ കൂടെ കടന്നു പോകണം, തീച്ചൂളയിൽ കൂടെ പോകണം. ഹല്ലേലൂയ. പലപ്പോഴും ഇതിൽ കൂടെ ഗ്രൂപ്പായിട്ടല്ല, കുടുംബമായിട്ടല്ലായിരിക്കും പോകേണ്ടത്, ഒറ്റയ്ക്കായിരിക്കും കയറി പോകേണ്ടത്. ഹല്ലേലൂയ. അന്ന് ശുശ്രൂഷിച്ച പാസ്റ്റർ കൂടെ കാണത്തില്ല, ഡാഡി മമ്മിയും കൂടെ കാണത്തില്ല, ഒരുമിച്ച് പ്രാർത്ഥിച്ചവരൊന്നും കൂടെ കാണത്തില്ല, ഒരാശ്വാസ വാക്ക് പറയുവാൻ ആരും കാണത്തില്ല. നിന്റെ നദിയിൽ നീ ഒറ്റക്കായിരിക്കും, നിന്റെ വെള്ളത്തിന്റെ അവസ്ഥയിൽ നീ ഒറ്റക്കായിരിക്കും, നിന്റെ അഗ്നിയുടെ ശോധനയിൽ നീ ഒറ്റക്കായിരിക്കും. ഹല്ലേലൂയ. മാനുഷികമായി പറഞ്ഞാൽ ഒറ്റയ്ക്കാണ്. ഹല്ലേലൂയ. Be ready to walk through the waters. വാട്ടർ കണ്ടിട്ട് നോ പറയല്ലോ. നോ ദൈവത്തിനെ റീഫൈൻ ചെയ്യാൻ പോകുകയാണ്. അതിനപ്പുറം ഒരു പ്രമോഷൻ ഉണ്ട്. ദൈവം നിന്നെ പണിയുകയാണ്. യിരെമ്യാവിനോട് ദൈവം പറയുകയാണ്, കാലാളുകളോട് നീ നടന്ന് ക്ഷീണിച്ചു പോയാൽ അടുത്ത സ്റ്റേജ്, അടുത്ത ലെവൽ എന്ന് പറഞ്ഞാൽ എന്തുവാ? കുതിരയുടെ ഒപ്പം ഓടിക്കാൻ പോകുന്നത്. ഇവിടെ നീ വാടിക്കറിഞ്ഞ് തളർന്ന് കംപ്ലൈന്റ് മാമർ ചെയ്ത് ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഘട്ടത്തിൽ നിന്നെ എനിക്ക് ഉപയോഗിക്കണം. അതിനെക്കാട്ടും വലിയ തീച്ചൂളെ കൂടി ഞാൻ കടത്തിവിടാൻ പോവുകയാണ്. ഇവിടെ നീ ഗിവപ്പ് ചെയ്താൽ അവിടെ നീ എങ്ങനെ പിടിച്ചു നിൽക്കും? സമാധാനമുള്ള ദേശത്ത് നീ നിർഭയനായി വസിച്ചാൽ യോർദാന്റെ വൻകാട്ടിൽ നീ എന്ത് ചെയ്യും? ഹല്ലേലൂയ. യോർദാന്റെ വൻകാട്ടിൽ നീ എന്ത് ചെയ്യും? യോർദാന്റെ വൻകാട്ടിലും നീ പിടിച്ചു നിൽക്കണം. നിന്നെ അതിൽ കൂടെ കടത്തിവിടും നിന്റെ ദൈവം. 23-ാമത്തെ സങ്കീർത്തനം അങ്ങനല്ലേ പറയുന്നത്? ഞാൻ വെള്ളിയാഴ്ച പ്രസംഗിച്ച ഒരു കാര്യമാണ്. He leads you in green pastures and to the still waters. നല്ല കാര്യം. എല്ലാവർക്കും എന്ത് സന്തോഷമാണ്. ഗ്രീൻ പാസ്റ്റേഴ്സ്, സ്റ്റിൽ വാട്ടേഴ്സ്, സന്തോഷം. അടുത്ത നമ്മുടെ നല്ല ഇടയിൽ നമ്മളെ എങ്ങോട്ടാ നയിക്കുന്നറിയോ? കൂരിൽ താഴ്വരയിൽ കൂടെ ഞാൻ കടന്നു പോയാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. അടുത്ത എങ്ങോട്ടാ ദൈവവേദന കടത്തിവിടുന്നത്? തന്റെ ആടുകളെ ശ്രേഷ്ഠ ഇടയനായ ക്രിസ്തു, നല്ല ഇടയനായ ക്രിസ്തു അടുത്ത എങ്ങോട്ടാ നയിക്കുന്നത്? കൂരിൽ താഴ്വരയിൽ കൂടെ. Even though I walk through the valley of the shadow of death, I will fear no evil. അതാർക്കും വേണ്ട. ചിലപ്പോൾ ഒറ്റയ്ക്കായിരിക്കും കടത്തിവിടുന്നത്, ചിലപ്പോൾ കൂട്ടമായിട്ടായിരിക്കാം. മരണത്തിന് താഴ്വരയല്ലത്. പലപ്പോഴും പേടി എല്ലാവർക്കും അതിൽ കടന്നു പോകാൻ. മരണത്തിന് താഴ്വരയല്ല. മരണത്തിന് താഴ്വരയാണെങ്കിൽ ഈ താഴ്വരയിൽ നമ്മൾ പെട്ടുപോകും, മരിച്ചു പോകും. ഇത് മരണ നിഴൽ താഴ്വരയാണ്. Valley of the shadow of death. It is not the valley of death. So fear not.
Your God has a plan and purpose concerning your life. If He is taking you to the valley of the shadow of death, He has a purpose. Keep praising, keep thanking Him, keep rejoicing, hallelujah, and walk with Jesus even through the valley of the shadow of death. But as you have grown up, you will have many roles, responsibilities, and so many challenges in your life. അവസാനം വരെ be faithful. ഇത്രയേ ഉള്ളൂ. Be faithful. പല പ്രയാസങ്ങളും ഭാരങ്ങളും വരുമ്പോൾ ആ കർത്താവിന്റെ ദാസി ലീലമ്മ പാസ്റ്ററിനോട് പല കാര്യങ്ങൾ പറയുമ്പോൾ പാസ്റ്റർ പറഞ്ഞ ഉത്തരം ഇതാണ്: പ്രാർത്ഥിക്കുക. യു പ്രേ. വലിയ തീച്ചൂളയിൽ കൂടെ കടന്നു പോവുകയാണ്. പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ഭാരം ഹൃദയത്തിൽ ഉള്ളപ്പോൾ കർത്താവിന്റെ ദാസി അവിടെ ആശ്വസിപ്പിക്കുകയാണ്: പ്രാർത്ഥിച്ചോ, മനുഷ്യൻ എന്തും പറഞ്ഞോട്ടെ, എന്തും ചെയ്തോട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വസ്തനായി അവസാനം വരെ ജീവിക്കുക. കർത്താവിന്റെ ദാസി പറഞ്ഞ സാക്ഷ്യം വിശ്വസ്തൻ. അതെന്റെ കണ്ടോളൻസിൽ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞു. വിശ്വസ്തൻ, വിശ്വസ്തൻ, വിശ്വസ്തൻ. വിശ്വസ്തനായ ഭർത്താവ്, വിശ്വസ്തനായ പിതാവ്, വിശ്വസ്തനായ ദാസൻ. ഹല്ലേലൂയ. ആമേൻ. തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ വിശ്വസ്തയോടെ നിർവഹിച്ചു. വിശ്വസ്തൻ. ഹല്ലേലൂയ. So different roles, greater responsibilities, and the greater challenges will come your way. Be faithful till the end. Hallelujah. Amen. Welcome speeches. സ്വർഗ്ഗത്തിൽ ചെല്ലുമ്പോൾ വെൽക്കം സ്പീച്ച് എന്ന് കേൾക്കാം. മത്തായി സുവിശേഷം 25-ാം അധ്യായം 23-ാമത്തെ വാക്യം. And his master replied, well done, good and faithful, most holy reverend. Well done, pastor. Well done, apostle. Well done, prophet. ഒന്നുമല്ല. Well done, doctor. Well done, teacher. Well done, good and faithful servant. Dasan, you have been faithful with a few things. I will put you in charge of many things. Come and share your master's happiness. Hallelujah. Well done. Welcome speech. Well done, good and faithful servant. You have been faithful in a few things on earth. Come, I'm going to put you in charge of many things. Come and share in your master's happiness. So whatever position you get, whatever role you play, ജോലിയിലൊക്കെ മാനേജറായിട്ടൊരു പൊസിഷൻ ദൈവം തരുമ്പോൾ പ്രൊമോട്ട് ചെയ്യുമ്പോൾ be very careful how you treat others under you. Your employees have to be very, very careful. That may not last for a long time. ഈ സ്ഥാനത്തിലും നമ്മൾ ദൈവസന്നിധിയിൽ കണക്ക് പറയണം. The way you treated others. സാധുക്കളെ പീഡിപ്പിക്കില്ല. അധികാരസ്ഥാനം കിട്ടുമ്പോൾ ജഡത്തിൽ പ്രവർത്തിക്കില്ല. Be very careful with how you interact with people. Treat them with dignity. ജോലി സ്ഥലത്തെ ജാനിറ്റർ ആയിരിക്കാം. Make sure you stop to just pray for them, encourage them, appreciate them for what they do. Reach out even to the people of a low position. Reach out to them. മുകളിൽ ഇരിക്കുന്നവരെ പ്രസാദിപ്പിച്ചുകൊണ്ട് സ്വർഗത്തിലെ കാര്യം നമ്മുടെ ബോസ് എപ്പോഴും പ്രസാദിപ്പിച്ച് ചെയ്യാൻ വേണ്ടിയല്ല, ഇറങ്ങി ചെല്ലുക. To the low, care for them, be a blessing in their lives, be faithful in the position that God has put you. അത് ആത്മീയ കോണത്തിലും അങ്ങനെ ആയിരിക്കണം. ഈഗോ, ജാട, ഞാൻ എന്തോ ആയി എന്ന മനോഭാവം അത് മാറ്റി വെക്കുക. Reach out to people under you. Hallelujah. ആറാമത്തെ കാര്യം, provide opportunities for others to grow. മറ്റുള്ളവര് വളരുവാൻ അവസരങ്ങൾ കൊടുക്കുക. ഹലോ, നിങ്ങളുണ്ടോ എൻ്റെ കൂടെ? Are you with me? മറ്റുള്ളവർ വളരുവാൻ അവസരം കൊടുക്കുക. വായിക്കേണ്ട അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായം 1 മുതൽ 3 വരെ വാക്യങ്ങളിൽ പൗലോസ് യാത്ര ചെയ്യുമ്പോൾ ഒരു ചെറുപ്പക്കാരനായ തീമോത്തിയോസിനെ കണ്ടു. അവനെ കണ്ടു, അവനുള്ള സ്വഭാവം കണ്ടു, അവനുള്ള ദൈവത്തോടുള്ള വിശ്വാസം കണ്ടു. ഇത് കണ്ട് പൗലോസിന് ഒത്തിരി ഇഷ്ടമായി. പൗലോസ് റീച്ച് ഔട്ട് ചെയ്ത് പറഞ്ഞു, വാ എൻ്റെ കൂടെ വാ. തൻ്റെ യാത്രകളിൽ തീമോത്തിയോസിനെ കൂടെ കൊണ്ടുപോയി. ഇന്നലെ ഞാൻ അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു.
റോമാലേഖനം 16-ാം അധ്യായത്തിൽ വരുമ്പോൾ അവിടെ പറയുന്നുണ്ട്, ഹല്ലേലൂയ, കോവർക്കർ. തീമോത്തിയോസ് ആരാ? എന്റെ കോവർക്കറാണ്. സോറി, റോമൻസ് 16:21. കൂട്ടുവേലക്കാരൻ ആരാണ്? തീമോത്തിയോസ്. അന്ന് കണ്ട ചെറുപ്പക്കാരൻ തീമോത്തിയോസിനെ ഞാൻ അങ്ങ് കൊണ്ടുപോകാൻ, എൻ്റെ കൂടെ അവനെ കൊണ്ടുപോയി, യാത്രകളിൽ കൂടെ കൊണ്ടുപോയി പഠിപ്പിച്ചു കൊടുത്തു. ഇപ്പൊ അവനെ എവിടെ ആക്കി? കോവർക്കർ. അവനെ എപ്പോഴും താഴെയല്ല എടുത്തത്, അവനെ കോവർക്കറായ പൊസിഷൻ കൊടുത്തു. കോവർക്കർ, എന്നോട് തുല്യൻ, കോവർക്കർ, ഒരുമിച്ച് എൻ്റെ കൂടെ വേല ചെയ്യുക. കോവർക്കർ എൻ്റെ കൂടെ ഉണ്ട്. He's joined my team. പക്ഷെ later on, 1 Timothy 1:2, 1 തീമോത്തിയോസ് 1:2 വാക്യം വായിക്കുമ്പോൾ, my true son in faith, my true, look at the progression. യൂനിസിന്റെ മകൻ, ലൂയിസിന്റെ കൊച്ചുമകൻ ഇന്ന് എന്റെ കോവർക്കറാണ്. അവിടെ അങ്ങോട്ട് തീരുന്നില്ല. ഇന്ന് അവൻ എനിക്ക് സ്വന്തം പുത്രൻ. My true son in faith. Amen. Hallelujah. This is what we need to do. ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ഒരു കർത്താവിന്റെ ദാസനാണ് പാസ്റ്റർ തോമസ് മാത്യൂസ്. എൻ്റെ 26-ാം വയസ്സിൽ ദ പ്രസ്റ്റീജിയസ് നവാപൂർ കൺവെൻഷൻ, ഇവിടുത്തെ ലേക്ക്വുഡിന്റെ ഫൗണ്ടർ ജോൺ ഓസ്റ്റിൻ ഒക്കെ പ്രസംഗിച്ച് അനേക ദേവദാസന്മാർ പ്രസംഗിച്ച ഒരു വേദിയാണ്. 40,000 പേര് കൂടുന്ന ഒരു മീറ്റിംഗ് ആണ്. 5 days of revival. 2 രാത്രി പ്രസംഗിക്കാൻ എനിക്ക് അവസരം തന്നു. I was only 26 years old when I preached before a 40,000 people crowd. So many times he's given me opportunities to preach. ഒരു ഗ്രാമത്തിൽ ചെന്നപ്പോൾ അന്നെങ്കിൽ ഏകദേശം 5000 പേര് കൂടിയിട്ടുണ്ട്. ആദ്യത്തെ രാത്രി ഞാൻ പ്രസംഗിച്ചു. 2ാമത്തെ രാത്രി തൻ്റെ മകൻ പോൾ മാത്യൂസ്. 3ാമത്തെ രാത്രി കർത്താവിന്റെ ദാസൻ പാസ്റ്റർ തോമസ് മാത്യൂസ് അവിടെ പ്രസംഗിക്കേണ്ടതായിരുന്നു. അന്നാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ അവിടെ വന്നത്. 3ാമത്തെ രാത്രി അവർ പാസ്റ്റർ പ്രസംഗിക്കുന്നവർ കേൾക്കണം. പ്രസംഗം തുടങ്ങുന്നതിൻ്റെ 10 മിനിറ്റ് മുമ്പേ എന്നെ തട്ടിയിട്ട് പറഞ്ഞു, ഇന്ന് യു ആർ ഗോയിങ് ടു പ്രീച്ച്. ഞാൻ പറഞ്ഞു, ഐ ആം നോട്ട് ഈവൻ പ്രിപ്പയർഡ്. നോ, യു ഹാവ് ടു പ്രീച്ച്. ഞാൻ പറഞ്ഞു, ഇല്ല പാസ്റ്റർ, ദേ ഹാവ് കം ഫോർ യു. ഇന്നാണ് ഏറ്റവും കൂടുതൽ അറ്റൻഡൻസ് ഉണ്ടായിരിക്കും. ദേ ഹാവ് കം ഫോർ യു. അപ്പം എന്നോട് പറയുകയാണ്, തിരിച്ചോ 10 മിനിറ്റോളം പ്രസംഗിക്കാൻ പറയുകയാണ്, ഗവാസ്കർ, അന്നത്തെ കാലത്തെ ക്രിക്കറ്റ് അറിയുന്നവർക്ക് അറിയാം, ഗവാസ്കർ ഒത്തിരി 6 അടിച്ചതാണ്. ഇപ്പം സച്ചിൻ്റെ കാലമാണ്. ഇപ്പം ഗവാസ്കർ സ്റ്റേഡിയത്തിൻ്റെ സൈഡിൽ ഇരുന്ന് പവലിയനിൽ ഇരുന്ന് സച്ചിൻ 6 അടിക്കുന്ന കണ്ട് കാര്യം അടിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. മനസ്സിലായി നിങ്ങൾക്ക് പറഞ്ഞത്? നമ്മളെപ്പോഴും കളിക്കളത്തിൽ കാണുന്നില്ല. നമ്മുടെ സീസൺ കഴിയുമ്പോൾ മാറിക്കൊടുക്കുക, അടുത്ത തലമുറയെ എഴുന്നേൽപ്പിച്ചു കൊടുക്കണം. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. We have to hand it over to the next generation. ഓപ്പർച്യൂണിറ്റീസ് ഒരുക്കി കൊടുക്കണം, അവസരങ്ങൾ ഒരുക്കി കൊടുക്കണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ശുശ്രൂഷയിലും അങ്ങനെ ആയിരിക്കണം. സഭയിലുള്ളവരെ, കഴിവുള്ളവരെ, ദാഹമുള്ളവരെ, നല്ല സ്വഭാവമുള്ളവർ, ദൈവഭയമുള്ളവരെ വളർത്തണം. അടുത്ത തലമുറയെ വാർത്തെടുക്കണം. ഇവിടെ അസംബ്ലീസ് ഓഫ് ഗോഡ് ഹ്യൂസ്റ്റൺ ഫെലോഷിപ്പ്, ഞാൻ ഈ വർഷമാണ് പ്രസിഡന്റ് ആയത്. കഴിഞ്ഞ വർഷം പ്രസിഡന്റ് അല്ലായിരുന്നു. കഴിഞ്ഞ വർഷവും 3 മാസം കൂടുമ്പോൾ നമ്മൾ റൊട്ടേറ്റ് ചെയ്യും. നമ്മുടെ ചർച്ചിലും അവസരം കിട്ടും പ്രസംഗിക്കാൻ, നമ്മുടെ ഹോസ്റ്റ് ചെയ്യാൻ. ഇവിടെയുള്ള എത്ര ദേവദാസന്മാർക്ക് ഞാൻ അവസരം കൊടുത്തു. നമ്മൾ പ്രസംഗക്കൊതിയല്ല, അവസരങ്ങൾ കൊടുക്കുന്നുണ്ട്. കുട്ടികൾ കൊടുക്കുന്നുണ്ട്. നമ്മുടെ ചർച്ചിലെ സൂം മീറ്റിംഗ്സിൽ കൊടുക്കുന്നുണ്ട്. ആർക്കും പറയാൻ പറ്റത്തില്ല അവസരം കിട്ടുന്നില്ലെന്ന്. അവസരങ്ങൾ ദൈവദാസന്മാർക്ക്, സ്പെഷ്യലി ദൈവദാസന്മാർക്ക് അവസരങ്ങൾ കൊടുത്തിട്ടുണ്ട്, കൊടുക്കുന്നുമുണ്ട്, ഇനിയും കൊടുക്കും. അത് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കും. ഹല്ലേലൂയ. ആമേൻ. ഞാൻ അവരുടെ ഫ്ലയർ അല്ല ഉണ്ടാക്കുന്നത്. നമ്മുടെ അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ ഹ്യൂസ്റ്റൺ ഫെലോഷിപ്പിന്റെ മീറ്റിങ്ങിൽ പാസ്റ്റർ ഫ്ലയർ ഉണ്ടാക്കുന്നത്. നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ സീനിയർ പാസ്റ്റർ ഫ്ലയർ ഉണ്ടാക്കുന്നത്? സ്വന്തം മീറ്റിംഗ് ആണ് ഇതിന്റെ പാസ്റ്റർ ഇവിടെ ഉണ്ടാക്കും. എല്ലാവരുടെയും ഫോട്ടോ മേടിച്ച് ഞാൻ ആ ഫ്ലയർ ഉണ്ടാക്കുന്നത്. That is teaching that we are serving you. We're giving opportunities. എത്രയോ പ്രാവശ്യം തോമസ് പാസ്റ്റർ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, പാസ്റ്റർ I want you to preach. I want you to preach. I said it's okay pastor, it's okay. ഞാൻ സൺഡേ പ്രസംഗിക്കുന്നുണ്ട്. I'm happy. I've been preaching for 20 years. ചിലർക്ക് എത്ര പ്രസംഗിച്ചാലും മതിയാകത്തില്ല. പ്രസംഗക്കൊതിയന സ്ഥാനം
വിട്ടുകൊടുക്കത്തില്ല. ഇത് തന്നെ വേണം എല്ലാ വർഷവും. Holding on to the positions. Tomorrow is not promised for you. കിട്ടുന്ന അവസരത്തിൽ മറ്റുള്ളവരെ വളർത്തുക, പ്രത്യേകിച്ച് അടുത്ത തലമുറയെ വളർത്തുക. വിളിയുള്ളവൻ, ദൈവസ്വഭാവമുള്ളവൻ, ദാഹമുള്ളവനെ, നല്ല മനസ്സ്, ക്രിസ്തുവിനെ മനസ്സുള്ളവനെ വളർത്തണം. Invest into people like that. God will be pleased with you. What's the time, guys? 10:37. I have time till 11 o'clock, right? No, I have time till 10:45. I'll close this. I only covered 6, but that's okay. നിങ്ങളെന്താ പറയുന്നത്? അടുത്ത സൺഡേ പാസ്റ്റർ പ്രസംഗിക്കാം അല്ലേ? അടുത്ത സൺഡേ ഗ്യാരണ്ടീഡ് അല്ല. ദൈവം അനുവദിച്ചാൽ നിങ്ങൾക്ക് ടെൻഷൻ എടുക്കേണ്ട ആവശ്യമില്ല. ഔട്ട്ലൈൻ പോയിന്റ്സ് ഉണ്ട്, അത് നോക്കി ആർക്ക് വേണേലും ബാക്കി പ്രസംഗിക്കാം അടുത്ത സൺഡേ, ഞാൻ ഇല്ലെങ്കിൽ. Praise the Lord, hallelujah. But these are things we need to understand. We help others grow in their faith. കിട്ടുന്ന അവസരങ്ങൾ, let us do good to everybody, especially to the household of faith. അത് മാത്രമല്ല, provide opportunities for others to grow. പൗലോസിന്റെ സ്വന്തം മകനല്ല തീമോത്തിയോസ്. പലപ്പോഴും നമ്മൾ ആ ചെറിയ സർക്കിളിനകത്താണ് നിൽക്കുന്നത്. എൻ്റെ കുടുംബത്തിൽ ആരുണ്ട്, എൻ്റെ ഗ്രൂപ്പിലുള്ളവരെ. ദൈവസഭയ്ക്കകത്ത് ഒരു ഗ്രൂപ്പും ഇല്ല. അങ്ങനെ ഗ്രൂപ്പ് ഉണ്ടാക്കരുത്. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഗ്രൂപ്പും സബ് ഗ്രൂപ്പും. നമ്മളെല്ലാം ഒരു കുടുംബമാണ്, ഒരു കുടുംബമാണ്. ഹല്ലേലൂയ. We want ഇങ്ങനത്തെ ഒരു കാഴ്ചപ്പാടോടുള്ള ലീഡേഴ്സ് എഴുന്നേൽക്കണം. That we are one family. I am blessed when you preach. I am blessed when you teach. I am learning a lot of things when you teach and preach also. ജീവിച്ചിരിക്കുമ്പോൾ appreciate the people. എന്നെ ആർക്കെങ്കിലും അപ്രീഷിയേറ്റ് ചെയ്യണം. ഇപ്പൊ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ പറയണം കേട്ടോ. ഞാൻ മരിച്ചു കഴിഞ്ഞിട്ട് വന്നിട്ട് പറഞ്ഞിട്ട് ഞാൻ ഒരു പക്ഷേ ഇത് കേൾക്കുന്നില്ലായിരിക്കാം, പറഞ്ഞിട്ട് ഒരു പ്രയോജനമില്ല. ചിലരെ ഇനി അഥവാ കേൾക്കാൻ പറ്റും, ചിലരുടെ കാര്യം കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോവുകയും ചെയ്യും. അയ്യോ, ജീവിച്ചിട്ടപ്പോൾ ഇത്രയും തലവേദന എനിക്ക് തന്നൊരു വ്യക്തി സ്റ്റേജിൽ കയറി മൈക്കും കിട്ടിയപ്പോൾ തന്നെ അന്നെങ്കിൽ എന്തോ ഒരു സ്നേഹം, കണ്ണുനീരും. ജീവിച്ചിരിക്കുമ്പോൾ appreciate people. People who correct you, people who discipline you, people who love you, people who pray for you, people who help you grow. Appreciate them when they are alive. ഇന്ന് പറയാനുള്ളത് ഇന്ന് പറയുക. നിങ്ങളുടെ ജീവിതത്തിൽ അവരൊരു അനുഗ്രഹമായി തീർന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ വിളിക്കുക, അവരെ നേരിട്ട് കാണുക, ഇമെയിൽ അയക്കുക, അപ്രീഷിയേറ്റ് ചെയ്യുക. Thank you so much for investing into my life. Thank you so much for encouraging me. Thank you so much for praying for me. I just want you to know today, I want you to hear it from my mouth. When you are alive. Hallelujah. Let us close our eyes. Worship team, you may come forward, please. Hallelujah. Let us all stand up in the presence of the Lord for a moment. This, whatever I spoke, was from our heart. To each one of you and to those watching us various platforms, that you would understand that the time you have is very short. That you would seek the Lord. To those believers, I just want to tell you, keep on seeking the Lord every day. Keep on growing. Keep on being humble in the presence of your Lord and Savior Jesus Christ. Tomorrow is not promised to you. So when you pray, when you say, God willing, if the Lord gives me one more day, if the Lord gives me another week, if the Lord wills, God willing. Let's not be prideful. Let's humble ourselves before the Lord. And let's pray, Lord, I want to seek every opportunity you give me. I want to seize those opportunities because tomorrow is not promised to me. And tomorrow is not promised to the other person, Lord.
So today, while there is time, I want to make peace with my brother. I want to make peace with my sister. I want to tell them that I'm sorry for everything I've spoken to hurt them, to everything I've done to hurt them or to grieve them. Today, when there is an opportunity, I want to share the gospel. Today, when there is an opportunity, I want to build somebody's life. Today, when there is an opportunity, I want to go and bless somebody financially. Today, when there is an opportunity, I want to visit the homeless. I want to be a blessing to the strangers. I want to be a blessing to my neighbors. I want to be a blessing to my co-workers and to my family. And more than anything, I want to be a blessing to my church family. Lord, we will have many challenges in our life. As we grow older, we have different roles to play or function in, Lord. We have different responsibilities in our life. Great challenges that come our way, but help us to stay humble and help us to always be faithful to the God who gave us the position and the title. God who gave us an opportunity to be where we are. Help us never to compromise to the devil. Help us never to say yes to the ungodly people, oh God. Help us not to compromise our faith. But help us, even in the midst of challenges, to be faithful to you, your will, your word, your church. Because the Bible says you reward those who are faithful till the end. We also want to pray, Lord, that wherever you've placed us, Lord, help us to look down not upon people. Help us to look down from where we came, Lord. We were down in the pit. We were helpless. We were sinners. But Father, you sent your Son for us to live as a human being. And Jesus, thank you for showing us an example of what holiness is. You had no sin in you. You committed no sin through your words, actions, and even your motives were pure and holy. Thank you for taking our place on the cross of Calvary and bearing our sins, our shame, our curses, our sickness. Thank you for shedding your holy blood for us. Thank you for giving us your life so that when we put our faith in you and your finished work, we would accept and we would inherit eternal life. Hallelujah. Eternal life starts with Jesus. Hallelujah. It is in Jesus alone. Hallelujah. Thank you for our salvation. Help us never to take you for granted. Help us to never take a day for granted. As we are going to worship you, Lord, help us to focus on you. Wash us and cleanse us with your precious blood. You were dead and you were buried and you rose up on the third day. Manifested yourself for 40 days to your disciples. And you ascended to heaven, Lord. And because you ascended, you are alive. And you are praying for us, interceding for us. And we know that you are coming soon to gather us and to take us to where you are. And we will be with you for all of eternity. Help us to live with expectation that you will come any moment, Lord. Help us to be ready like the 5 wise virgins every day, every moment, prepared and watchful and ready to meet the bridegroom in the air. In Jesus' name we pray. Amen.